നമുക്ക് എല്ലാവർക്കും അറിയാം ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ എക്സാം ഏകദേശം ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു റിവിഷന് 2 പ്രാവശ്യമെങ്കിലും കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മിസ്റ്റേക്സ് മിനിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണ് നമുക്ക് റാങ്കിൽ മുന്നിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫ്രീ കോച്ചിങ് ആണ് നടത്തുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫ്രീ കോച്ചിങ്. ഒരു ക്വസ്റ്റ്യൻ എടുക്കും, അതിന് റിലേറ്റ് ചെയ്ത എല്ലാ ഫാക്ട്സും ഇവിടെ പറഞ്ഞു പോകും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം BTech ഗ്രാജുവേറ്റ്സിനും BSc ഫിസിക്സ് ഗ്രാജുവേറ്റ്സിനുമാണ് മെയിനായിട്ട് ഈ എക്സാം എഴുതാൻ പറ്റുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്ഫുൾ ആയിട്ടൊരു കോച്ചിങ് ആയിരിക്കും ഇത്. സോ അപ്പോൾ ഇന്ന് നമ്മൾ 2016 വിളിച്ച നോട്ടിഫിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തേക്കുന്നത്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ. അപ്പം നമുക്കതിലൊരു പ്രോബ്ലം വളരെ സിമ്പിളാണ് ആക്ച്വലി. സിലബസ് നിങ്ങൾ 2-3 പ്രാവശ്യം റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്കതിലൊരു സിമ്പിൾ പ്രോബ്ലത്തിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ എടുത്തേക്കുന്ന പ്രോബ്ലം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം നിങ്ങൾക്ക് കാണാം അല്ലേ? എന്താണ് പ്രോബ്ലം? ത്രെഷോൾഡ് ഫ്രീക്വൻസി കറസ്പോണ്ട് ടു the wavelength of radiation incident on certain metal with work function 3.31 into 10 raised to minus 19 joule is. അവിടെ ബ്രാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ +2 പഠിക്കുന്ന പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നേക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു സിമ്പിൾ ഇക്വേഷനാണ്. അപ്പം നിങ്ങളെല്ലാവരും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് +2 പഠിച്ചിട്ടുണ്ടാവും, കാരണം സയൻസ് ഗ്രാജുവേറ്റ്സ് ആണല്ലോ എന്തായാലും എടുക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനാണ് h⁻ ഈക്വൽ ടു h⁻0 + ½ mv². ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനെ ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ടേമും നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് h⁻ ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ കൂടിയ റേഡിയേഷൻ മെറ്റീരിയലിൽ സർഫസിൽ വന്ന് വീഴുമ്പോൾ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നു. അതായത് ഫോട്ടോൺസ് വന്ന് വീണിട്ട് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വന്ന് വീഴുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ് ന്യൂ. ഇനി എന്താണ് μ0? ഇപ്പം ഞാൻ പറഞ്ഞു ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ കൂടിയ ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ. ആ പ്രത്യേക ഫ്രീക്വൻസി പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മിനിമം ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ. അപ്പം മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് മെറ്റീരിയലിനെ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യണമെങ്കിൽ വേണ്ട മിനിമം ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ ഇതിൻ്റെ മിനിമം കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി നമ്മൾ വർക്ക് ഫംഗ്ഷൻ φ0 എന്ന് പറയും. φ0 നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ വർക്ക് ഫംഗ്ഷനും ത്രെഷോൾഡ് ഫ്രീക്വൻസി നമ്മൾ റിലേഷൻ ചോദിച്ചാൽ വർക്ക് ഫംഗ്ഷൻ φ0 ഈക്വൽ ടു h⁻μ0 ആണ്. μ0 എന്താണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ സർഫസ് ഓഫ് എ മെറ്റീരിയൽ. അപ്പോൾ ബാക്കി എനർജി എവിടെ പോകും? ഇപ്പം ഞാനൊരു 500 ജൂൾ എനർജിയുള്ള റേഡിയേഷനാണ് കൊടുത്തത്. 500 ജൂൾ എനർജിയുള്ള റേഡിയേഷൻ ഒരു മെറ്റീരിയലിൻ്റെ സർഫസിൽ വന്ന് വീഴുന്നു. ജസ്റ്റ് എക്സാമ്പിളാണേ, ഇത് നമുക്ക് ഇത്രയൊന്നും എനർജി കൊടുത്താൽ കിട്ടില്ല. 500 ജൂൾ വന്ന് വീണ് കഴിഞ്ഞാൽ അതിലൊരു 200 ജൂൾ വർക്ക് ഫംഗ്ഷനായിട്ട് എടുത്തു. ബാക്കി ഒരു 300 ജൂൾ ഉണ്ടല്ലോ, ആ 300 ജൂൾ എന്തായിട്ട് മാറും? ദാറ്റ് ബിക്കം ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ. അതാണ് നമ്മളിവിടെ ഇക്വേഷനിൽ ½ mv² എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ മുഴുവൻ ഭാഗവും നമുക്ക് യൂസ് ചെയ്യേണ്ട. നമുക്ക് യൂസ് ചെയ്യാനുള്ളത് വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ടു h⁻μ0. h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. അപ്പം നമുക്കറിയാം ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് അറിയാം. ക്വസ്റ്റ്യനിൽ ഓരോ ക്വാണ്ടിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് എങ്ങനെ ഇത് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്, എന്താ തന്നിട്ടുള്ളത്? വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? വർക്ക് ഫംഗ്ഷൻ φ0 ഈക്വൽ ടു തന്നിട്ടുള്ളത് 3.31 into 10 raised to minus 19
ജൂൾ. ജൂളിലായതുകൊണ്ട് സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് കാണാനാണോ. നമുക്ക് ഇക്വേഷനിൽ നമുക്കറിയാം 50 ഈക്വൽ ടു h ഇൻറ്റു μ0 ആണെന്നറിയാം. ഇവിടെ വേവ് ലെങ്ത് ഇല്ല ഇക്വേഷനിൽ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ μ0 എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. ത്രെഷോൾഡ് ഫ്രീക്വൻസി കാണാം. ഈ ഇക്വേഷനിൽ നിന്ന് μ0 എന്ത് വരും? μ0 ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ h എന്ന് വരും. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് is equal to 3.31 into 10 raised to minus 19 divided by h-ന്റെ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6.62 into 10 raised to minus 34 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? അതായത് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 വരും അല്ലേ? ഇവിടെ 2 വരും. ബാക്കി -34. ഇവിടെ 10 raised to minus 19 divided by 2 into 10 raised to minus 34. അതായത് എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 raised to minus 19 into -34 മുകളിൽ പോകുമ്പോൾ +34 ആവും ബൈ 2. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എല്ലാ സ്റ്റെപ്പും എഴുതി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൻസർ എന്ത് വരും? -19 34. അപ്പം ഏകദേശം ഒരു 15 വരും അല്ലേ? 10 raised to positive 15 ഡിവൈഡഡ് ബൈ 2. ഇത്രയും ഫ്രീക്വൻസിയാണ് ഹെഡ്സിൽ എഴുതാം. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനിൽ ഫ്രീക്വൻസി കാണാനല്ല പറഞ്ഞേക്കുന്നത്. പിന്നെ എന്ത് കാണാനാണ് പറഞ്ഞേക്കുന്നത്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും നമ്മുടെ ഇക്വേഷനാണ് അടുത്തായിട്ട് എഴുതേണ്ടത്. എന്താണ് വേവ് ലെങ്ത് ഫ്രീക്വൻസി നമ്മുടെ ഇക്വേഷൻ? നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു ലാംഡ, വെർ ലാംഡ ഈസ് ദ വേവ് ലെങ്ത്. സോ ലാംഡ ഈക്വൽ ടു എന്ത് വരും? സി ബൈ ന്യൂ. നമുക്കറിയാം സിയുടെ ഇക്വേഷനാണ് 3 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 10 raised to 8 മീറ്റർ പെർ സെക്കൻഡ് എന്നറിയാം. ഡിവൈഡ് ബൈ ന്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് 10 raised to 15 ഡിവൈഡ് ബൈ 2. ഇത് ഞാൻ ഇങ്ങനെ എഴുതിയേക്കുന്നതിൻ്റെ എന്തിനാണെന്ന് ഇപ്പം മനസ്സിലായി കാണും. കാരണം ഇവിടെ ഒരു ബൈ ഉണ്ട്, ഒരു ഡിവൈഡ് ബൈ 2 വന്നു. അപ്പോൾ ഈ 2 മുകളിലേക്ക് പോവും. അപ്പോൾ ആൻസർ എന്ത് വരും? 3 ഇൻറ്റു 2 ഇൻറ്റു 10 raised to 8 divided by 10 raised to 15. That is equal to the 6 into 10 raised to 8 divided by 10 raised to 15. 6 into 10 raised to 8 by 10 raised to 15 എന്ത് വരും? 6 into 10 raised to 8 into 10 raised to minus 15. ഇത്രയും മീറ്റർ. ഇതാണ് യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ഈ സൈഡിൽ എഴുതാം, അടുത്ത സ്ലൈഡിൽ എഴുതാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് വെച്ചാൽ ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു 6 ഇൻറ്റു 10 raised to 8 ഇൻറ്റു 10 raised to minus 15 മീറ്റർ. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 8 ഉണ്ട്, അവിടെ 15 ഉണ്ട്, -15 ആണ്. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും? 6 ഇൻറ്റു 10 raised to minus 7 മീറ്റർ. നമ്മുടെ ആൻസർ കിടക്കുന്നത് ആംസ്ട്രിങ്ങിലാണ്. ആംസ്ട്രിങ് എന്ന് പറഞ്ഞാൽ 10 raised to minus 10 ആണ്. അപ്പോൾ ഇതെന്ത് വരും? 6 ഇൻറ്റു നമുക്കിതിനെ 10 raised to 10 കിട്ടണമെങ്കിൽ -10 കിട്ടണമല്ലോ. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 10 raised to minus 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0 ആവും. ഇൻറ്റു 10 raised to minus 7 മീറ്റർ. ഇത് ഒറ്റയടിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ 6 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 6000 വന്നു. ഇൻറ്റു -3 -7 -10 അത്രയും മീറ്റർ. ഇതിനെ ചുരുക്കി നമുക്ക് എന്തെഴുതാം? 6000 ആംസ്റ്റർ. അപ്പോൾ ഇതാണ് ആൻസർ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ആ പ്രീവിയസ് സ്ലൈഡിൽ നമുക്കറിയാം ആൻസർ ഏതായിരുന്നു? 6000 ആംസ്ട്രിങ് ആണ് ആൻസർ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ആൻസർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുന്നത്. ബേസിക് ആയിട്ട് എന്താണ് ഇക്വേഷൻ നമ്മൾ എഴുതി